ഫിലിം ഗാരേജിന്റെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഹൃതിക് റോഷനെ നായകനാക്കി സിദ്ധാർത്ഥാനന്ദ് സംവിധാനം ചെയ്ത ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമയാണല്ലോ ഫൈറ്റർ. ബോളിവുഡ് സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങളായിരുന്നു ആദ്യ ദിവസം ലഭ്യമായത്. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ 328 കോടിയിലേക്ക് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. 190 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 89 കോടിയോളം രൂപയാണ് ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്റർ റൈറ്റ്സ് ബേസിസിൽ 250 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഓവർസീസ് രാജ്യങ്ങളിൽ ഗൾഫ് റിലീസ് ഇല്ലാതെ തന്നെ വിജയിച്ചിരിക്കുന്നുവെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. 2024 രണ്ടാമത്തെ 300 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ഹനുമാൻ. 305 കോടിയിലേക്ക് തെലുഗു പാനന്തൻ സൂപ്പർ ഹീറോ സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ വലിയ വിജയം തന്നെയാണ്. ഒരു ചെറിയ സിനിമയുടെ വലിയ വിജയം തന്നെയാണ് ഈ തെലുഗു സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി കാമിയ റോളിലെത്തിയ സിനിമയാണല്ലോ ജീവനായകനെത്തിയ യാത്ര 2. തെലുഗു രാഷ്ട്രീയ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ലഭ്യമായതെങ്കിലും അതൊരു തരത്തിലും സിനിമയുടെ കളക്ഷനെയോ ബുക്കിംഗ് സ്റ്റാറ്റസിനെ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നാണ് സിനിമയുടെ ബുക്കിംഗ് കളക്ഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രം ഏകദേശം 1.5 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാടും നിന്നും 3 കോടിയോളം രൂപയാണ് ആദ്യ ദിവസത്തെ FT കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. 40 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള കളക്ഷൻ സ്റ്റാറ്റസ് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ലാലേട്ടൻ നായകനാക്കി ലിജു ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മോളിവുഡിലെ ജനുവരിയിലെ വലിയ സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ലാലേട്ടന്റെ സമീപകാലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോട് തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെങ്കിലും ഇപ്പോഴത്തെ സിനിമ രണ്ടാമത്തെ ആഴ്ചയും പിന്നീട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 14 കോടി 30 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും 29 കോടി 50 ലക്ഷത്തിനും 30 കോടിക്കും ഇടയിൽ ഗ്രോസ് കളക്ഷൻ ഉണ്ടായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുന്ന ശനി ഞായറോടെ 30 കോടി രൂപയ്ക്ക് മുകളിൽ ഉറപ്പായിട്ടും കളക്ഷൻ കിടക്കുമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും കാത്തിരിക്കൂ വാലിബന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.